Children, now we are going to discuss about the topic deviation of real gas from ideal gas. What is real gas? What is an ideal gas? Ideal gas means a gas which obeys Boyle's law, Charles' law and Avogadro law under all conditions of temperature and pressure. Or the gas which obeys an ideal gas equation PV is equal to nRT. റിയൽ ഗ്യാസും ഐഡിയൽ ഗ്യാസും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പറയുന്നത്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഏതൊരു കണ്ടീഷനിലും ടെമ്പറേച്ചറും പ്രഷറും ഏത് കണ്ടീഷനിൽ എടുത്തു കഴിഞ്ഞാലും അത് PV is equal to nRT എന്ന് പറയുന്ന ഇക്വേഷൻ ഒബേ ചെയ്യണം. നമ്മൾ ഈ PV is equal to nRT അതായത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ ലോസ് ഉപയോഗിച്ചായിരുന്നു? ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവോഗാഡ്രോ ലോ. അപ്പൊ ഈ മൂന്ന് ലോയും ഒബേ ചെയ്യുന്ന ഗ്യാസിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുന്നത്? ഐഡിയൽ ഗ്യാസ്. അപ്പൊ ഒബേ ചെയ്യാത്തതായിരിക്കുമല്ലോ റിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ മനസ്സിലായി കാണുന്നത് എന്താണ് റിയൽ ഗ്യാസ്, എന്താണ് ഐഡിയൽ ഗ്യാസ്. എന്തായിരുന്നു ഐഡിയൽ ഗ്യാസ്? ഐഡിയൽ ഗ്യാസ് മീൻസ് ദ ഗ്യാസ് വിച്ച് ഒബേസ് Boyle's law, Charles' law and Avogadro law strictly under all conditions of temperature and pressure, or the gas which obeys an ideal gas equation PV is equal to nRT. അപ്പോൾ ഒബേ ചെയ്യാത്തതിനെ നമുക്ക് റിയൽ ഗ്യാസ് എന്ന് വിളിക്കാമല്ലോ. റിയൽ ഗ്യാസ് മീൻസ് ദ ഗ്യാസ് വിച്ച് ഡു നോട്ട് ഒബേസ് ideal gas equation PV is equal to nRT, or the gas which do not obey Boyle's law, Charles' law and Avogadro law strictly under all conditions of temperature and pressure. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT. Here R is a constant, gas constant. Then T temperature constant. നമ്മൾ ടെമ്പറേച്ചർ ഒന്നും ചേഞ്ച് വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലാണ് എങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, ആർ കോൺസ്റ്റന്റ് ആണ്, ദെൻ നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആണ് എങ്കിൽ നമുക്ക് PV is equal to എന്തെന്ന് എഴുതാൻ പറ്റും? എ കോൺസ്റ്റന്റ് എന്ന് എഴുതാമല്ലോ. അപ്പം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT ആണ്. ഹിയർ ആർ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ടി നമ്മൾ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ ആയിട്ട് എടുത്തിരിക്കുക, ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് വരുത്തുന്നില്ല. അതായത് ഇനിഷ്യൽ എടുത്തിട്ടുള്ള ഗ്യാസ് എന്താണോ അത് തന്നെയാണ് നമ്മൾ ഒരു ചേഞ്ചും വരുത്തുന്നില്ല. അതേപോലെ തന്നെ കോൺസ്റ്റന്റ് ആക്കി വെക്കുവാണ് എങ്കിൽ നമുക്ക് PV is equal to എ കോൺസ്റ്റന്റ് എന്ന് കിട്ടുമല്ലോ. ഇതിന്റെ മീനിങ് എന്താണ്? പ്രഷറും വോളിയവും തമ്മിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രഷർ ആൻഡ് വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രഷർ എത്ര കൂടുന്നോ അതിനനുസരിച്ച് വോളിയം എന്ത് ചെയ്യും? കുറയും. നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം, or P is equal to a constant into 1 by V, or PV is equal to a constant എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ഗ്യാസിന്റെ പ്രഷർ നമ്മൾ എത്ര ഇൻക്രീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് വോളിയം അവിടെ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ ഇത് ബാലൻസ് ചെയ്ത് പോയിട്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ PVയും പ്രഷറും കൂടെ ഒരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. കാരണം പ്രഷർ എത്ര ഇൻക്രീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് വോളിയം അവിടെ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുന്ന പ്രഷറിനെ ബാലൻസ് ചെയ്ത് വോളിയം ഡിക്രീസ് ചെയ്യും. അങ്ങനെ PV എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ടേ കിട്ടത്തേയുള്ളൂ? കോൺസ്റ്റന്റ് ആയിട്ടേ കിട്ടത്തേയുള്ളൂ. അതുകൊണ്ടാണ് PV വേഴ്സസ് P ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, വിച്ച് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഇത് ഒരു ഐഡിയൽ ഗ്യാസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ PVയും പ്രഷറും തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോ പറഞ്ഞു ഒരു ഐഡിയൽ ഗ്യാസ് ആണ് എങ്കിൽ PVയും
പ്രഷറും തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, പാരലൽ ടു എക്സ് ആക്സിസ്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജനും ഹീലിയം എടുത്താലും ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ബട്ട് നോട്ട് പാരലൽ ടു എക്സ് ആക്സിസ്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പി വി വാല്യൂ എന്ത് ചെയ്യുവാണ്, ഇൻക്രീസ് ചെയ്യുവാണെന്നാണല്ലോ ഈ ഗ്രാഫ് കാണിക്കുന്നത്. അപ്പൊ ഐഡിയൽ ഗ്യാസ് ആയിരുന്നുവെങ്കിൽ പാരലായിട്ട് കിട്ടണം. അതായത് പി വി എന്ന് പറയുന്നത് പ്രഷർ എത്ര ഇൻക്രീസ് ചെയ്യണോ അതിനനുസരിച്ച് വോളിയം അതിനെ ബാലൻസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന പി വി വാല്യൂ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഹൈഡ്രജന് ഹീലിയം എടുത്താൽ വാല്യൂ എന്ന് പറയുന്നത് ഈ ഐഡിയൽ ഗ്യാസ് അതായത് കോൺസ്റ്റന്റ് ആയിരിക്കില്ല, വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരുന്നത്. കാർബൺ മോണോക്സൈഡും മീഥേനും എടുത്താൽ ഈ വാല്യൂ ഒന്ന് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഒരു മിനിമം വാല്യൂവിൽ എത്തിയിട്ട് ദെൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ വാല്യൂ ആദ്യമേ ഡിക്രീസ് ചെയ്യുവാണ്, എന്നിട്ട് മിനിമത്തിൽ എത്തിയിട്ട് ദെൻ ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഇത് എന്ത് കാണിക്കുന്നില്ല, ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നില്ല എന്നാണല്ലോ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഐഡിയൽ ഗ്യാസ് ആയിരുന്നുവെങ്കിൽ പാരലായിട്ട് കിട്ടണം. പക്ഷെ ഹീലിയം, ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ്, മീഥേൻ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഗ്രാഫ് എന്ത് ഒബേ ചെയ്യുന്നില്ല, നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നില്ല. ഐഡിയൽ ഗ്യാസ് ഒബേ ചെയ്തിരുന്നുവെങ്കിൽ പി വി ഈക്വൽ ടു നമുക്ക് കോൺസ്റ്റന്റ് എന്ന് കിട്ടണം. പക്ഷെ ഇവിടെ കോൺസ്റ്റന്റ് അല്ല എന്നാ ഈ ഗ്രാഫ് കാണിക്കുന്നത്. അപ്പൊ ഐഡിയൽ ഗ്യാസ് ഒബേ ചെയ്യാത്ത ഈ ഗ്യാസിനെ നമ്മൾ വിളിക്കുന്നതാണ് റിയൽ ഗ്യാസ്. ഇനി ഈ ഗ്യാസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത്. ഇതിൽ വാല്യൂ മുകളിലോട്ടുള്ളത് ഇതിന്റെ പോസിറ്റീവ് വാല്യൂ വരുന്നത്, ഇതിനെ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് വിളിക്കാം. ഇത് നെഗറ്റീവ് ഡീവിയേഷൻ, കുറഞ്ഞിട്ട് കൂടുക ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻ എന്നും വിളിക്കാം. അപ്പം ഐഡിയൽ ഗ്യാസിൽ നിന്നും എന്തുമാത്രം ഗ്യാസ് ഡീവിയേറ്റ് ചെയ്തു പോകുന്നു എന്ന് മെഷർ ചെയ്യുന്ന ഫാക്ടർ ആണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ഇസഡ്. അപ്പൊ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാല് ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അതിനെ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കായിരുന്നു. ഐഡിയൽ ഗ്യാസിൽ പി വി ഇസിക്കൽ ടു എൻആർടി ആണ്, ഓർ പി വി ഇസിക്കൽ ടു കോൺസ്റ്റന്റ് എന്ന് കിട്ടണം. പക്ഷെ ഒരു റിയൽ ഗ്യാസ് ഒരിക്കലും ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ പി വി ഇസിക്കൽ ടു എൻആർടി എന്ന് പറയുന്ന ഇക്വേഷൻ അത് ഒബേ ചെയ്യുന്നില്ല, അതിൽ നിന്ന് ഡീവിയേറ്റ് വരികയോ. ഒന്നി അതിന്റെ വാല്യൂ കൂടുതലാകാം അല്ലെങ്കിൽ കുറവാകാം. പോസിറ്റീവ് ഡീവിയേഷനും കാണിക്കാം, നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കാം. അപ്പൊ അതെന്തുമാത്രം ഡീവിയേറ്റ് ചെയ്തു പോകുന്നു എന്ന് മെഷർ ചെയ്യുന്ന ഫാക്ടർ ആണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ഇസഡ്. നമുക്ക് എഴുതാം ഇസഡ് ഇസിക്കൽ ടു പി വി ബൈ എൻ ആർ ടി എന്നാ വരുന്നത്. അതായത് പി വിയെ എൻ ആർ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. ഒരു ഐഡിയൽ ഗ്യാസ് എടുത്താൽ പി വി ഇസിക്കൽ ടു എൻ ആർ ടി എന്ന് കിട്ടണം. പി വി ഇസിക്കൽ ടു എൻ ആർ ടി എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇസഡിന്റെ വാല്യൂ എന്തായിരിക്കണം, 1 ആയിരിക്കണം. അപ്പൊ 1 ഇസിക്കൽ ടു പി വി ബൈ എൻ ആർ ടി എന്ന് നമുക്ക് കിട്ടും, ഓർ പി വി ഇസിക്കൽ ടു എൻ ആർ ടി എന്ന് നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് the value of compressibility factor, that is Z is equal to 1. ഇനി ഇസഡിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് എങ്കിൽ, അതായത് 1-നേക്കാട്ടിൽ കൂടി ഒരു പി വി ബൈ എൻ ആർ ടി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1-നേക്കാട്ടിൽ കൂടിയ ഒരു വാല്യൂ ആണ്. അതായത് 1.5, 1.62 അങ്ങനെ ഒരു വാല്യൂ കിട്ടുവാണെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് വിളിക്കാം. ഇനി പി വി ബൈ എൻ ആർ ടി ഡിവൈഡ് ചെയ്യുമ്പോൾ വാല്യൂ 1-നേക്കാട്ടി കുറവാണ് എങ്കിൽ, ലെസ് ദാൻ 1 ആണ് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും, നെഗറ്റീവ് ഡീവിയേഷൻ. അതായത് 1-നേക്കാട്ടി കുറഞ്ഞ വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം, നെഗറ്റീവ് ഡീവിയേഷനും. 1-നേക്കാട്ടി കൂടുതലാണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും ഗ്യാസ് കാണിക്കുന്നത്. 1 ആണ് എങ്കിൽ ഐഡിയൽ ഗ്യാസ് ആയിരിക്കും. ഫാക്ടർ എന്തുവാണെന്ന് നമ്മളിപ്പം പറഞ്ഞു. വാട്ട് ഈസ് കംപ്രസിബിലിറ്റി ഫാക്ടർ? കംപ്രസിബിലിറ്റി ഫാക്ടർ മെഷർ the deviation of real gas from ideal gas.
Z is equal to PV by nRT. For an ideal gas, Z is equal to 1. Then positive deviation ആണെങ്കിൽ Z is greater than 1. Then Z is less than 1, which means the gas shows negative deviation. Then ഇനി ഒരു റിയൽ ഗ്യാസ് ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ വെച്ചാൽ ഐഡിയൽ ആയിട്ട് മാറാം, ഐഡിയൽ ബിഹേവിയർ കാണിക്കാം. ഏത് ടെമ്പറേച്ചറിൽ വെച്ചാണോ ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത് ആ ടെമ്പറേച്ചറിനെ നമുക്ക് വിളിക്കാം ബോയിൽ ടെമ്പറേച്ചർ ഓർ ബോയിൽ പോയിന്റ്. ബോയിൽ പോയിന്റ് ഓർ ബോയിൽ ടെമ്പറേച്ചർ. അപ്പൊ ബോയിൽ പോയിന്റ് ഓർ ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏതൊരു ടെമ്പറേച്ചറിൽ വെച്ചാണോ ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത്, ദാറ്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് boil temperature. How can we define boil temperature or boil point? Is the temperature at which a real gas shows ideal gas behavior is known as boil point or boil temperature. ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവാണ്. എന്തുകൊണ്ട് ഇത് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു? Why do റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ? ഇതിനുള്ള ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൈനറ്റിക് മോളിക്കുലാർ തിയറിയിലോട്ട് പോകാം. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ കൈനറ്റിക് മോളിക്കുലാർ തിയറി പറഞ്ഞിട്ടുള്ള പോസ്റ്റുലേറ്റ്സ് എല്ലാം ഒബേ ചെയ്യുന്നതാണ് ഐഡിയൽ ഗ്യാസ്. പക്ഷെ ഒരു റിയൽ ഗ്യാസ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് രണ്ട് പോസ്റ്റുലേറ്റ് ഫോൾട്ടി അസംഷൻ ആണെന്ന് നമുക്ക് കിട്ടും. രണ്ട് പോയിന്റ് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ് അതിനകത്ത് പറയുന്നുണ്ട് there is no force of attraction between the particles. നമ്മളൊരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതൊരു ഫോൾട്ടി അസംഷൻ ആണ്. സെക്കൻഡ് പോയിന്റ്, the volume of the gas molecules is neglected as compared to total volume of the gas. നമ്മളൊരു സിലിണ്ടറിനകത്ത് കുറച്ച് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ വോളിയമായിട്ട് കമ്പയർ ചെയ്താൽ, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യാൻ പറ്റുന്ന എംപ്റ്റി സ്പേസുമായിട്ട് കമ്പയർ ചെയ്താൽ ഒരു പാർട്ടിക്കിളിന്റെ വോളിയം വളരെ ചെറുതാണ്. അപ്പൊ നമുക്ക് അതിനെ നെഗ്ലക്ട് ചെയ്യാവുന്നതാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി പറയുന്നത്. ഈ പറയുന്ന പോസ്റ്റുലേറ്റ് ഒരു ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ അത് ഒബേ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു റിയൽ ഗ്യാസിന്റെ കേസിൽ ഈ രണ്ട് പോയിന്റും എന്ന് പറയുന്നത് തെറ്റാണ്. ഈ രണ്ട് ഫോൾട്ടി അസംഷന്റെ ബേസിസിലാണ് റിയൽ ഗ്യാസ് എന്ത് കാണിക്കുന്നത്? ഐഡിയൽ ഗ്യാസിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തു പോകുന്നത്. അപ്പൊ PV = nRT എന്ന് പറയുന്ന ഇക്വേഷൻ ഒബേ ചെയ്യുന്നതാണ് ഐഡിയൽ ഗ്യാസ്. ഇത് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഒബേ ചെയ്യും. ഇത് ഒബേ ചെയ്യാത്തതാണ് റിയൽ ഗ്യാസ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് കൈനറ്റിക് മോളിക്കുലാർ തിയറിയിലെ രണ്ട് പോസ്റ്റുലേറ്റ്സ് നമ്മൾ ഫോൾട്ടി അസംഷൻസും പറഞ്ഞു. ഇനി ഇതിന്റെ ബേസിസിൽ നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കേസ് എടുക്കാം. ഒന്ന് ഹൈ പ്രഷറും ഒന്ന് ലോ പ്രഷറിലോട്ടും പോകാം. ഫസ്റ്റ് നമുക്ക് ലോ പ്രഷറിലോട്ട് പോകാം. ലോ പ്രഷർ എന്ന് പറയുമ്പം അവിടെ വോളിയം എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കുമല്ലോ. നമ്മളൊരു സിലിണ്ടറിനകത്ത് കുറച്ച് ഗ്യാസ് എടുത്തിരിക്കുക. ഇവിടെ പ്രഷർ കുറവാന്ന് പറയുമ്പോൾ വോളിയം കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇത് ലോ പ്രഷർ കേസായിട്ട് എടുത്തേക്കുന്നത്. ലോ പ്രഷറിൽ വോളിയം വളരെ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് വളരെ കൂടുതലാണ്. എക്സാമ്പിൾ പറഞ്ഞാല് നമ്മളൊരു വലിയ ഹോള്, അതിന്റെ 4 കോർണറിലായിട്ട് നമ്മൾ 4 കുട്ടികളെ നിർത്തിയേക്കുക. ഈ കുട്ടികൾ തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ററാക്ഷൻ അവിടെ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. കാരണം വലിയൊരു ഹോള്, ഇതിന്റെ 4 കോർണറിലായിട്ടാണ് കുട്ടികൾ നിൽക്കുന്നത്. അപ്പൊ ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഇനി നമ്മൾ വോളിയം കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഈ കുട്ടികൾ നിൽക്കുന്ന വോളിയം എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്പേസിലാണ്. അപ്പൊ ആ ടോട്ടൽ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു കുട്ടി നിൽക്കുന്ന വോളിയം എന്ന് പറയുന്നത് വളരെ കുറച്ചാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? അങ്ങനെ നെഗ്ലക്ട് ചെയ്യാം.
അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഒബേ ചെയ്യുന്നത്, പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ലോ പ്രഷർ ആയിരിക്കണം. ആ കേസാണ് അത് എന്തായിട്ട് നമ്മൾ എടുക്കുന്നത്? ഐഡിയൽ ഗ്യാസ്. അപ്പൊ ലോ പ്രഷറിലായിരിക്കും ഒരു ഗ്യാസ് എന്തായിട്ട് മാറുന്നത്? ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാല് പാർട്ടിക്കിൾസ് തമ്മിൽ അവിടെ എന്തില്ല? ഇന്ററാക്ഷനും ഇല്ലായിരിക്കും. ഇല്ല, തീരെ ഇല്ലെന്നല്ല, ഇന്ററാക്ഷൻ വളരെ കുറവായിരിക്കും. അതേപോലെ ടോട്ടൽ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മോളിക്യൂളിന്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. നമുക്ക് ആ ഒരു കേസിൽ നമുക്ക് ആ ഗ്യാസ് എന്തായിട്ട് മാറും? ഐഡിയൽ ഗ്യാസ് ആയിട്ട് മാറും. ഐഡിയൽ ഗ്യാസ് ആയിട്ട് മാറുന്ന കേസാണ് നമ്മൾ ഇപ്പം പറഞ്ഞത്. പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലോ പ്രഷർ ആയിരിക്കണം. ലോ പ്രഷറിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, അത് ഒബേ ചെയ്യുന്നുണ്ട്. അതേപോലെ ആസ് കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് വൺ മോളിക്യൂൾ ഈസ് നെഗ്ലക്റ്റഡ് എന്ന് പറയുന്നതും ഒബേ ചെയ്യുന്നുണ്ട്. അന്നേരം അത് എന്തായിട്ടായിരിക്കും മാറുന്നത്? ഐഡിയൽ ഗ്യാസ്. ഇനി നമ്മൾ ഹൈ പ്രഷറിലോട്ട് പോരുക. ഹൈ പ്രഷർ എന്ന് പറയുമ്പം നമ്മൾ ഇതിനെ കംപ്രസ് ചെയ്യുക. ഒരു പിസ്റ്റൺ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെ കംപ്രസ് ചെയ്തങ്ങ് മാക്സിമത്തിൽ എത്തുക. നമ്മൾ കംപ്രസ് ചെയ്തിപ്പം വോളിയം ഇത്രയാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഹൈ പ്രഷറാണ്. കംപ്രസ് ചെയ്ത് പ്രഷർ അങ്ങ് കൂടുതലായത്. വോളിയം എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? വളരെ കുറവാണ്. അപ്പൊ ഈ പാർട്ടിക്കിൾസ് എല്ലാം കംപ്രസ് ചെയ്തത് അടുത്തടുത്ത് വരുമല്ലോ പാർട്ടിക്കിൾസ്. അപ്പൊ ഹൈ പ്രഷർ, വോളിയം കുറഞ്ഞു, പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വന്നു. ഈ കേസിൽ പാർട്ടിക്കിൾസ് തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ല എന്ന് നമുക്ക് പറയാന് പറ്റത്തില്ല. പാർട്ടിക്കിൾസ് തമ്മിൽ അവിടെ എന്തുണ്ട്? ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പം പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് തെറ്റാണല്ലോ. ദെൻ അപ്പൊ ഈ ഹൈ പ്രഷറില് നമ്മുടെ വോളിയം ഇപ്പം വളരെ കുറവാണ് ചെയ്യുന്നത്. ഈ ഒരു വോളിയമായിട്ട് കൺസിഡർ ചെയ്യുമ്പം ഒരു പാർട്ടിക്കിളിന്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതും കണക്കിലെടുത്തേ നമുക്ക് പറ്റും. സിഗ്നിഫിക്കന്റ് ആവുക ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് ഹൈ പ്രഷറിൽ ഈ കൈനറ്റിക് തിയറി പറഞ്ഞിട്ടുള്ള രണ്ട് പോയിന്റ്സ്, രണ്ട് അസംഷൻ എന്ന് പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ഒന്ന് പറഞ്ഞിട്ടുള്ളത് there is no force of attraction. പക്ഷേ ഹൈ പ്രഷർ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വരുക. അപ്പൊ അവിടെ പാർട്ടിക്കിൾസ് തമ്മിൽ എന്തുണ്ട്? അട്രാക്ഷൻ ഉണ്ട്. നമ്മൾ LPG ഗ്യാസ് സിലിണ്ടറിനകത്ത് ഹൈ പ്രഷർ കൊടുത്തിരിക്കുക. ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ ഈ പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻ വരുന്നത് കൊണ്ടാണ് അത് ലിക്വിഫൈ ചെയ്യുന്നത്. അപ്പൊ അതേപോലല്ലേ ഇവിടും വരുന്നത്. അപ്പൊ ഹൈ പ്രഷറിൽ പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻ ഇല്ല എന്ന് പറയുന്ന കൺസെപ്റ്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ വോളിയം വളരെ കുറവാണ്. വോളിയം വളരെ കുറഞ്ഞു കഴിയുമ്പം ഒരു പാർട്ടിക്കിളിന്റെ വോളിയം നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് സിഗ്നിഫിക്കന്റ് ആകുക. അതും കണക്കിലെടുത്തേ നമുക്ക് പറ്റൂ. അപ്പൊ ഈ ഹൈ പ്രഷർ എന്ന് പറയുന്ന കണ്ടീഷനിൽ ഈ രണ്ട് അസംഷനും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഗ്യാസ് എന്ത് ഒബേ ചെയ്യുന്നില്ല? ഈ രണ്ട് അസംഷനും ഒബേ ചെയ്യുന്നില്ല. ഒബേ ചെയ്യുന്നതായിരുന്നു ഐഡിയൽ ഗ്യാസ്. ഒബേ ചെയ്യാത്ത ഈ ഗ്യാസിനെ അപ്പൊ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? റിയൽ ഗ്യാസ് എന്ന്. ഗ്യാസ് ഒബേ ചെയ്യുന്ന ഇക്വേഷൻ ആണ് PV = nRT. ഇത് ഒബേ ചെയ്യാത്തതാണ് റിയൽ ഗ്യാസ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യണം. അതായത് റിയൽ ഗ്യാസിന്റെ കണ്ടീഷനിലോട്ട് നമുക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് കണ്ടീഷൻ കറക്റ്റ് ചെയ്യുന്ന ഏതാണ്? പ്രഷർ കറക്റ്റ് ചെയ്യാം. നമ്മള് ഒരു സിലിണ്ടറിനകത്ത് കുറച്ച് ഗ്യാസ് എടുത്തിരിക്കുക. ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ വോൾസേലിൽ ചെന്നത് കൊളൈഡ് ചെയ്യും, കൂട്ടിയിടിക്കും. എന്നിട്ട് അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രഷർ, ഗ്യാസ് പ്രഷർ എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു പ്രഷർ കുറവായി കഴിയുമ്പോൾ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഇവിടെ എന്തില്ല? അട്രാക്ഷൻ ഇല്ല. അട്രാക്ഷൻ ഇല്ലാതെ വരുമ്പോൾ ഇതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം.
ഇതിന്റെ പൊല്യൂഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പൊ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും എന്തായിരിക്കും, വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ ഇതിനെ കംപ്രസ് ചെയ്ത് കഴിയുന്നുടനെ ഇതിനെ നമ്മൾ കംപ്രസ് ചെയ്തു. കംപ്രസ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും. അതായത് പാർട്ടിക്കിൾസ് അടുത്ത് വരും. അപ്പൊ ഇത് തമ്മിൽ അട്രാക്ഷൻ ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അട്രാക്ഷൻ വരുന്നുടനെ പാർട്ടിക്കിൾസിന്റെ കൊളീഷൻ അവിടെ എന്ത് ചെയ്യും, കുറയും. മറ്റേ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടായിരുന്നു ഇത് കൊളൈഡ് ചെയ്യുന്നത്. ഇതിപ്പം മോൾസയിലോട്ട് ചെന്നിടിക്കാൻ നേരത്ത്, കൊളൈഡ് ചെയ്യാൻ നേരത്ത് ഇവിടുത്തെ ചുറ്റിനുള്ള പാർട്ടിക്കിൾസ് ഇതിനെ പുറകിലോട്ട് പിടിച്ചു വലിക്കും. അതായത് ഇത് തമ്മിൽ എന്തുണ്ട്, അട്രാക്ഷൻ വരുന്നത് കാരണം ഇതിനായി ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് ഈ കണ്ടെയ്നറെ ചെന്നിടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഇവിടുള്ള പ്രഷർ എന്തായിരുന്നു, ഇപ്പൊ ഇവിടുത്തെ പ്രഷർ ഒരു 10 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരുന്നു എന്ന് മെഷർ ചെയ്തത്. ഇത് കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ പ്രഷർ 10 ആയിരിക്കത്തില്ല, അതിനെക്കാട്ടി കുറയും. ഇപ്പൊ ഒരു 7 അറ്റ്മോസ്ഫിയറിക് പ്രഷറേ ഉള്ളൂ എന്ന് നമ്മൾ മെഷർ ചെയ്യുക. കാരണം പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻ വന്നു കഴിയുമ്പോൾ പാർട്ടിക്കിൾസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, പോസിബിൾ ആയിട്ട് ഇവിടെ വന്ന് കൊളൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കൊളീഷൻ പോസിബിൾ ആയിട്ട് നടന്നില്ല എങ്കിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും കുറയും. അപ്പം 10ൽ നിന്ന് പ്രഷർ എന്ത് ചെയ്തു, കുറഞ്ഞ് 7 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ കുറച്ച് പ്രഷർ കുറവ് വന്നു. എത്രയാണ് കുറവ് വന്നത്, ഒരു 3 ആണല്ലോ കുറവ് വന്നത്. ഈ കുറവ് വന്ന പ്രഷറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും, റെഡ്യൂസ്ഡ് പ്രഷർ. റെഡ്യൂസ്ഡ് പ്രഷർ. അപ്പോൾ ഐഡിയൽ ഗ്യാസിന്റെ കേസിലെ പ്രഷർ പി എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ സമ്മായിട്ട് നമുക്ക് ഇപ്പൊ എടുക്കാൻ പറ്റും, ഇവിടുള്ള പ്രഷർ, അതായത് ഈ മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുമ്പോഴുള്ള പ്രഷർ, അതിനെ നമുക്ക് പി റിയൽ എന്ന് എടുക്കാം. പ്ലസ് ഇവിടുന്ന് കുറച്ച് പ്രഷർ കുറവ് വന്നല്ലോ, റെഡ്യൂസ്ഡ് പ്രഷർ. ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മായിരിക്കും ഈ ടോട്ടൽ പ്രഷർ. ഇപ്പൊ ഇവിടുത്തെ ടോട്ടൽ പ്രഷർ 10, അതായത് 10 ആണെങ്കിൽ ഇപ്പോഴുള്ള പ്രഷർ, ആ റിയൽ ഗ്യാസിന്റെ പ്രഷർ എത്രയേ ഉള്ളൂ, 7 ഉള്ളൂ. പ്ലസ് കുറച്ച് പ്രഷർ കുറവ് വന്ന് എത്ര ആയിരുന്നു, 3. ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മായിരിക്കും ഈ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഈ റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറയുന്നത് എന്തിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് മോളാർ കോൺസെൻട്രേഷനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. മോളാർ കോൺസെൻട്രേഷൻ. അതായത് പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അട്രാക്ഷനും കൂടും, ചെന്നിരിക്കുന്ന പ്രഷറും എന്ത് ചെയ്യും, കുറയും. അപ്പൊ റെഡ്യൂസ്ഡ് പ്രഷർ കൂടും. പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറവാണ് എങ്കിൽ റെഡ്യൂസ്ഡ് പ്രഷറും കുറയും. സോ റെഡ്യൂസ്ഡ് പ്രഷർ ഈസ് പ്രപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ. ഇനി മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ വോളിയം ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, റെഡ്യൂസ്ഡ് പ്രഷർ ഈക്വൽ പി റെഡ്യൂസ്ഡ് ഈക്വൽ n സ്ക്വയർ ബൈ v സ്ക്വയർ. ഈ റെഡ്യൂസ്ഡ് പ്രഷർ എന്തിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും, n സ്ക്വയർ ബൈ v സ്ക്വയറിനോട് പ്രപ്പോർഷണൽ ആണ്. ഇനി ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുക്കണം. അപ്പം ഈ റെഡ്യൂസ്ഡ് ഇസിക്കൽ ടു a എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊടുക്കുക, a ഇൻറ്റു n സ്ക്വയർ ബൈ v സ്ക്വയർ. എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ ആ പാർട്ടിക്കിൾസിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും റെഡ്യൂസ്ഡ് പ്രഷർ. സോ റെഡ്യൂസ്ഡ് പ്രഷർ ഈസ് പ്രപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ, or P reduced is proportional to n square by v square, or P reduced equal A. Proportionality sign കൊണ്ട് multiply ചെയ്തു A into n square by v square എന്ന് നമുക്ക് എഴുതാമല്ലോ. ഗ്യാസ് ഒബേ ചെയ്യുന്ന ഇക്വേഷൻ ആണ് PV is equal to nRT. ഇത് ഒബേ ചെയ്യാത്തതാണ് റിയൽ ഗ്യാസ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യണം. അതായത് റിയൽ ഗ്യാസിന്റെ കണ്ടീഷനിലോട്ട് നമുക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് കണ്ടീഷൻ കറക്റ്റ് ചെയ്യേണ്ട ഏതാണ്, പ്രഷർ കറക്റ്റ് ചെയ്യാം. നമ്മള് ഒരു സിലിണ്ടറിനകത്ത് കുറച്ച് ഗ്യാസ് എടുത്തിരിക്കുക. ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ വോൾസേലിൽ ചെന്നത് കൊളൈഡ് ചെയ്യും, കൂട്ടിയിടിക്കും. എന്നിട്ട് അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രഷർ, ഗ്യാസ് പ്രഷർ എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു
പ്രഷർ കുറവായി കഴിയുമ്പോൾ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഇവിടെ എന്തില്ല, അട്രാക്ഷൻ ഇല്ല. അട്രാക്ഷൻ ഇല്ലാതെ വരുമ്പോൾ ഇതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. ഇതിന്റെ കൊളീഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പൊ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും എന്തായിരിക്കും, വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ ഇതിനെ കംപ്രസ് ചെയ്ത് കഴിയുന്നുടനെ ഇതിനെ നമ്മൾ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും. അതായത് പാർട്ടിക്കിൾസ് അടുത്ത് വരും. അപ്പൊ ഇത് തമ്മിൽ അട്രാക്ഷൻ ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അട്രാക്ഷൻ വരുന്നുടനെ പാർട്ടിക്കിൾസിന്റെ കൊളീഷൻ അവിടെ എന്ത് ചെയ്യും, കുറയും. മറ്റേ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടായിരുന്നു ഇത് കൊളൈഡ് ചെയ്യുന്നത്. ഇതിപ്പം മോൺസയിലോട്ട് ചെന്നിരിക്കാൻ നേരത്ത്, കൊളൈഡ് ചെയ്യാൻ നേരത്ത് ഇവിടുത്തെ ചുറ്റിനുള്ള പാർട്ടിക്കിൾസ് ഇതിനെ പുറകിലോട്ട് പിടിച്ചു വലിക്കും. അതായത് ഇത് തമ്മിൽ എന്തുണ്ട്, അട്രാക്ഷൻ വരുന്നത് കാരണം ഇതിനായി ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് ഈ കണ്ടെയ്നറെ ചെന്നിരിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഇവിടുള്ള പ്രഷർ എന്തായിരുന്നു, ഇപ്പൊ ഇവിടുത്തെ പ്രഷർ ഒരു 10 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരുന്നു എന്ന് മെഷർ ചെയ്ത്. ഇത് കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ പ്രഷർ 10 ആയിരിക്കത്തില്ല, അതിനെക്കാട്ടി കുറയും. ഇപ്പൊ ഒരു 7 അറ്റ്മോസ്ഫിയറിക് പ്രഷറേ ഉള്ളൂ എന്ന് നമ്മൾ മെഷർ ചെയ്യുക. കാരണം പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻ വന്നു കഴിയുമ്പോൾ പാർട്ടിക്കിൾസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പോസിബിൾ ആയിട്ട് ഇവിടെ വന്ന് കൊളൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കൊളീഷൻ പോസിബിൾ ആയിട്ട് നടന്നില്ല എങ്കിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും കുറയും. അപ്പം 10ൽ നിന്ന് പ്രഷർ എന്ത് ചെയ്തു, കുറഞ്ഞ് 7 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ കുറച്ച് പ്രഷർ കുറവ് വന്നു. എത്രയാണ് കുറവ് വന്നത്, ഒരു 3 ആണല്ലോ കുറവ് വന്നത്. ഈ കുറവ് വന്ന പ്രഷറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും, റെഡ്യൂസ്ഡ് പ്രഷർ. റെഡ്യൂസ്ഡ് പ്രഷർ. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിന്റെ കേസിലെ പ്രഷർ പി എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ സമ്മായിട്ട് നമുക്ക് ഇപ്പൊ എടുക്കാൻ പറ്റും, ഇവിടുള്ള പ്രഷർ, അതായത് ഈ മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുമ്പോഴുള്ള പ്രഷർ, അതിനെ നമുക്ക് പി റിയൽ എന്ന് എടുക്കാം. പ്ലസ് ഇവിടുന്ന് കുറച്ച് പ്രഷർ കുറവ് വന്നല്ലോ, റെഡ്യൂസ്ഡ് പ്രഷർ. ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മായിരിക്കും ഈ ടോട്ടൽ പ്രഷർ. ഇപ്പൊ ഇവിടുത്തെ ടോട്ടൽ പ്രഷർ 10, അതായത് 10 ആണെങ്കിൽ ഇപ്പോഴുള്ള പ്രഷർ, ആ റിയൽ ഗ്യാസിന്റെ പ്രഷർ എത്രയേ ഉള്ളൂ, 7 ഉള്ളൂ. പ്ലസ് കുറച്ച് പ്രഷർ കുറവ് വന്നു, എത്ര ആയിരുന്നു, 3. ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മായിരിക്കും ഈ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഈ റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറയുന്നത് എന്തിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് മോളാർ കോൺസെൻട്രേഷനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. മോളാർ കോൺസെൻട്രേഷൻ. അതായത് പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അട്രാക്ഷനും കൂടും, ചെന്നിരിക്കുന്ന പ്രഷറും എന്ത് ചെയ്യും, കുറയും. അപ്പൊ റെഡ്യൂസ്ഡ് പ്രഷർ കൂടും. പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറവാണ് എങ്കിൽ റെഡ്യൂസ്ഡ് പ്രഷറും കുറയും. സോ റെഡ്യൂസ്ഡ് പ്രഷർ ഈസ് പ്രപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ. ഇനി മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ വോളിയം ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, റെഡ്യൂസ്ഡ് പ്രഷർ ഈക്വൽ പി റെഡ്യൂസ്ഡ് ഈക്വൽ n² ബൈ v². ഈ റെഡ്യൂസ്ഡ് പ്രഷർ എന്തിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും, n² ബൈ v²നോട് പ്രപ്പോർഷണലാണ്. ഇനി ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുക്കണം. അപ്പം പി റെഡ്യൂസ്ഡ് ഇസിക്കൽ ടു എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊടുക്കുക, a ഇൻറ്റു n² ബൈ v². എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ ആ പാർട്ടിക്കിൾസിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും റെഡ്യൂസ്ഡ് പ്രഷർ. സോ റെഡ്യൂസ്ഡ് പ്രഷർ ഈസ് പ്രപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ. Or P reduced is proportional to n² by v². Or P reduced equal A. Proportionality sign കൊണ്ട് multiply ചെയ്തു A into n² by v² എന്ന് നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള പ്രഷർ P, ഇത് ഐഡിയൽ ഗ്യാസിന്റെ P ഐഡിയൽ ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, P റിയൽ പ്ലസ് റെഡ്യൂസ്ഡ് പ്രഷർ. റെഡ്യൂസ്ഡ് പ്രഷർ ഏതിനോട് ഈക്വൽ ആണ്, A ഇൻറ്റു n² ബൈ v². അപ്പം ഐഡിയൽ ഗ്യാസ് ഇക്വേഷനകത്തെ പ്രഷർ നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് കറക്റ്റ് ചെയ്യണം, വോളിയം. ഐഡിയൽ ഗ്യാസ് പറയുന്നത് ടോട്ടൽ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു ഗ്യാസിന്റെ പാർട്ടിക്കിളിന്റെ വോളിയം എന്ന് പറയുന്നത് നെഗ്ലക്റ്റഡ്, നമുക്ക് അതിനെ കണക്കാക്കണ്ട എന്നാ പറയുന്നത്. പക്ഷേ
റിയൽ ഗ്യാസ് ആകുമ്പോൾ നമ്മൾ അതുകൂടെ കണക്കിലെടുക്കും. അതായത് ആ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് എന്ന് പറയുന്നത് ആ ഒരു പാർട്ടിക്കിൾ നിൽക്കുന്ന സ്പേസ് എന്താണോ അതിന്റെ ബാക്കിയുള്ള സ്പേസിലല്ലേ അതിന് മൂവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പൊ ഒരു ഹോളിലാണെങ്കിൽ നമ്മൾ കുറെ കുട്ടികളെ നിർത്തിയിരിക്കുക. ഒരു കുട്ടിയുടെ വോളിയം കണക്കിലെടുത്താൽ ബാക്കിയുള്ള കുട്ടികൾക്ക് ആ ഒരു കുട്ടി നിൽക്കുന്ന സ്പേസിലോട്ട് പോകാൻ പറ്റത്തില്ല. ബാക്കിയുള്ള സ്പേസിൽ മാത്രമല്ലേ അതിന് മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേപോലെ ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാം. വി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയമാണ്. എങ്കില് പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റുന്ന വോളിയം എന്ന് പറയുന്നത് വി മൈനസ് നമുക്ക് എന്തെന്ന് എടുക്കാൻ പറ്റും, എൻ ബി എന്നെടുക്കാം. അപ്പോൾ ഇപ്പോഴുള്ള ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് വി, അതാണ് നമ്മുടെ ഈ വോളിയം എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം. പക്ഷെ നമ്മൾ കണക്കാക്കുന്നത് പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം എന്താണോ അതിൽ നിന്നും പാർട്ടിക്കിൾസിന്റെ ആ ഒരു പാർട്ടിക്കിൾ നിൽക്കുന്ന വോളിയം നമ്മൾ എന്ത് ചെയ്യുവാണ്, മാറ്റുക. ബാക്കിയുള്ള സ്പേസിൽ മാത്രമേ അതിന് മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമുക്ക് വി മൈനസ് എന്തെന്ന് എടുക്കാം, ബി. ബി എന്ന് പറയുന്നത് പാർട്ടിക്കിളിന്റെ വോളിയം, ഇത് ടോട്ടൽ സ്പേസ്. അങ്ങനെ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും വോളിയവും നമ്മൾ എന്ത് ചെയ്യണം, നെഗ്ലക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ വി മൈനസ് എന്തെന്ന് എടുക്കാൻ പറ്റും, എൻ പി. അപ്പൊ നമ്മളെ വോളിയവും കറക്റ്റ് ചെയ്തല്ലോ. അപ്പൊ നമുക്ക് ഇതിലോട്ടൊന്നിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിക്ക് പകരം നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും, പി റിയൽ പ്ലസ് എ ഇൻറ്റു എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻറ്റു വോളിയത്തിന് പകരം നമ്മൾ എന്തെന്ന് കൊടുത്തു, വി മൈനസ് എൻ ബി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, എൻ ആർ ടി. ഈ ഇക്വേഷനെയാണ് വോണ്ടർവോൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വോണ്ടർവോൾസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ കറക്റ്റ് ചെയ്ത് ഏതിന്റെ കേസിലോട്ട് കൊണ്ടുവന്നത്, റിയൽ ഗ്യാസിന്റെ കേസിലോട്ട് കൊണ്ടുവന്നത്. ഈ ഇക്വേഷനെയാണ് വാണ്ടർവോൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഏത് ഒബേ ചെയ്യുന്നതായിരിക്കും, റിയൽ ഗ്യാസ്. ഹിയർ എ ആൻഡ് ബി ഈസ് എ കോൺസ്റ്റന്റ് നോൺ ആസ് വാണ്ടർവോൾസ് കോൺസ്റ്റന്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പി പ്രഷർ, വി വോളിയം, then n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്.